പ്യാരെ ബച്ചോ ആദാബ് എജുപോർട്ടിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പോൾ ഒടുവിൽ ക്രിസ്തുമസ് എക്സാമിനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ. ലാസ്റ്റ് ഘട്ടത്തിലാണ്, എല്ലാവരും ആശങ്കയിലാണ്. എന്നാൽ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതാ ആവർത്തിച്ച് വരുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. പെഹല സവാൽ, ഒന്നാമത്തെ ചോദ്യം, കിസാൻ യാ ഖേത്തി ബാടി की अहमियत के बारे में നോട്ട് ലിഖിയേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കർഷകനെ കുറിച്ച് അല്ലെങ്കിൽ ഖേത്തി ബാടി എന്തിനെ കുറിച്ച്, കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കുക. സാധാരണ ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ്. ഒന്നെങ്കിൽ കർഷകന്റെ പ്രാധാന്യമായിരിക്കും, അല്ലെങ്കിൽ കൃഷിയുടെ പ്രാധാന്യമായിരിക്കും ചോദിക്കുക. രണ്ടും ഒരു ആൻസർ ആണ്. നോക്കിക്കോ, കിസാൻ ലോഗ് ഹമാരെ മുൽക്ക് കി ബുനിയാദ് ഹെ. കർഷകർ എന്ന് പറയുന്നത്, കിസാൻ ലോഗ് കർഷകർ, ഹമാരെ മുൽക്ക് കി ബുനിയാദ് ഹെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമാകുന്നു. ബുനിയാദ് അടിസ്ഥാനം, ഹമാരെ മുൽക്ക് കി ബുനിയാദ് ഹെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമാകുന്നു. ഉൻകി തർക്കി ഹി മുൽക്ക് കി തർക്കി ഹെ. ഉൻകി തർക്കി, കിസാൻ കി തർക്കി, കർഷകന്റെ തർക്കി എന്താണ്, മുൽക്ക് കി തർക്കി ഹെ രാജ്യത്തിന്റെ വികസനമാണ്. കർഷകന്റെ വികസനം രാജ്യത്തിന്റെ വികസനമാകുന്നു. അപ്പൊ കർഷകൻ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമാകുന്നു. കർഷകരുടെ വികസനം, ഉൻകി തർക്കി ഹമാരെ മുൽക്ക് കി തർക്കി ഹെ നമ്മുടെ രാജ്യത്തിന്റെ വികസനമാകുന്നു. വോ അപ്നെ ലിയേ നഹി, അവരെന്തല്ല, അവർക്ക് വേണ്ടിയിട്ടല്ല. വോ അപ്നെ ലിയേ നഹി, അവർക്ക് വേണ്ടിയിട്ടല്ല. സാരേ മുൽക്ക് കേ ലിയേ മെഹനത്ത് കർത്തേ ഹേ, മുഴുവൻ രാജ്യത്തിനും വേണ്ടിയിട്ടാണ് മെഹനത്ത് കർത്തേ ഹേ അധ്വാനിക്കുന്നത്. അപ്പോൾ കർഷകൻ അവർക്ക് വേണ്ടിയിട്ടല്ല, ബൽക്കേ സാരേ മുൽക്ക് കേ ലിയേ മെഹനത്ത് കർത്തേ ഹേ, മറിച്ച് എല്ലാ രാജ്യത്തിനും വേണ്ടിയിട്ടാണ് മെഹനത്ത് കർത്തേ ഹേ അധ്വാനിക്കുന്നത്. അഗർ വോ ഖേത്തി ബാടി ന കിയേ തോ, ഇനി പറയുകയാണ്, അഗർ വോ ഖേത്തി ബാടി ന കിയേ തോ, അഥവാ അവർ ഖേത്തി ബാടി ന കിയേ തോ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ, അഗർ വോ ഖേത്തി ബാടി ന കിയേ തോ അഥവാ അവർ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ, ഹം ഭൂക്കെ മർ ജായെങ്കെ, എന്താ സംഭവിക്കുക, ഹം ഭൂക്കെ മർ ജായെങ്കെ നമ്മൾ വിശന്നു മരിക്കും. वो खेती बाड़ी, किसान खेती बाड़ी न किए तो हम भूखे मर जाएंगे നമ്മൾ വിശന്നു മരിക്കും. കിസാൻ കി ഭലായി മേം, കർഷകന്റെ നന്മയിലാണ്, സാരി ദുനിയാ കി ഭലായി, മുഴുവൻ ദുനിയ ലോകത്തിൻ്റെയും നന്മ എന്ന് പറയുന്നത് കർഷകന്റെ നന്മയിലാണ്. ഇതാണ് കർഷകനെ കുറിച്ചുള്ള നോട്ട് അഥവാ കൃഷിയെ കുറിച്ചുള്ള നോട്ട്. കൃത്യമായിട്ട് പഠിക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. അഗലാ സവാൽ, അടുത്ത ചോദ്യം, മസ്ദൂറോं की അഹ്മിയത്ത് അഥവാ തൊഴിലാളികളുടെ പ്രാധാന്യം. നമുക്കറിയാം അല്ലേ, ഹാത്തോം കാ തറാന എന്ന് പറയുന്ന അലി സർദാർ ജാഫരിയുടെ കവിത നമ്മൾ പഠിച്ചു. അതിൽ പറയുന്നുണ്ട്, ഉൻ ഹാത്തോം കി തഅസീം കരോ, ഉൻ ഹാത്തോം കി തക്രീം കരോ എന്നൊക്കെ പറയുന്നുണ്ട്. തൊഴിലാളികളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് കവി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലാളികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. മസ്ദൂർ ഹമാരെ മുൽക്ക് കി ബുനിയാദ് ഹെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, കിസാൻ ഹമാരെ മുൽക്ക് കി ബുനിയാദ് ഹെ, അതുപോലെ തന്നെ നമുക്ക് എഴുതാം മസ്ദൂർ ഹമാരെ മുൽക്ക് കി ബുനിയാദ് ഹെ, തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമാകുന്നു. പിന്നെയോ നമ്മൾ എഴുതി ഉൻകി തർക്കി ഹി മുൽക്ക് കി തർക്കി ഹെ, കർഷകനെ കുറിച്ച്. അത് നമുക്ക് ഇവിടെയും എഴുതാം, ഉൻകി തർക്കി മുൽക്ക് കി തർക്കി ഹെ, തൊഴിലാളികളുടെ വികസനം രാജ്യത്തിന്റെ വികസനമാകുന്നു. കണ്ടോ, ഒരേ പോയിന്റ് രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ ആക്കാൻ പറ്റും. പിന്നെയോ വോ അപ്നെ ലിയേ നഹി സാരേ മുൽക്ക് കേ ലിയേ മെഹനത്ത് കർത്തേ ഹേ, നമ്മൾ കർഷകനെ കുറിച്ച് എഴുതി. അതേ പോയിന്റ് നമുക്ക് തൊഴിലാളികളെ കുറിച്ചും എഴുതാം. വോ അപ്നെ ലിയേ നഹി, തൊഴിലാളികൾ അവർക്ക് വേണ്ടിയിട്ടല്ല പ്രയത്നിക്കുന്നത്, സാരേ മുൽക്ക് കേ ലിയേ മെഹനത്ത് കർത്തേ ഹേ മുഴുവൻ രാജ്യത്തിനും വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. അപ്പോൾ കർഷകനെ ചോദിക്കുമ്പോഴും തൊഴിലാളിയെ കുറിച്ച് ചോദിക്കുമ്പോഴും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ചില പോയിന്റുകളാണിത് അല്ലേ. പിന്നെയോ മസ്ദൂർ ലോഗ്
ദുനിയാക്കോ ആകെ ചലാനെ വാലേ ഹേ. തൊഴിലാളികൾ എന്താണ്? ദുനിയാക്കോ ആകെ ചലാനെ വാലേ ഹേ. ലോകത്തെ മുൻപോട്ട് നയിക്കുന്ന വിഭാഗമാണ് തൊഴിലാളികൾ എന്ന് പറയുന്നത്. നമുക്ക് എഴുതാം, മസ്ദൂർ ലോഗ് ദുനിയാക്കോ ആകെ ചലാനെ വാലേ ഹേ. തൊഴിലാളികൾ ലോകത്തെ മുൻപോട്ട് നയിക്കുന്നവരാണ്. പിന്നെയോ ദുനിയാ കി തർക്കി മേ മസ്ദൂറോ കോ ബഡാ ഹാത്ത് ഹേ. ദുനിയാ കി തർക്കി മേ, ലോകത്തിന്റെ വികസനത്തിൽ മസ്ദൂറോ കോ ബഡാ ഹാത്ത് ഹേ, തൊഴിലാളികളുടെ വലിയ കരമുണ്ട്. യക്കം മെയ്ക്കോ, യക്കം മെയ്ക്കോ, യക്കം മെയ്ക്കോ എന്ന് പറഞ്ഞാൽ മെയ് 1-ന്, യക്കം മെയ്ക്കോ മെയ് 1-ന് ആലമി യൗമെ മസ്ദൂർ, വേൾഡ് തൊഴിലാളി ദിനം മനായ ജാത്താ ഹെ, ആഘോഷിക്കുന്നു. ലോക തൊഴിലാളി ദിനമായിട്ട് യക്കം മെയ് 1-ന് നമ്മൾ ആഘോഷിക്കുന്നു. ഇങ്ങനെ തൊഴിലാളികളെ കുറിച്ച് നോട്ട് തയ്യാറാക്കാം, കൃത്യമായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും എക്സാമിന് ചോദ്യം വന്നിരിക്കും. അഗല സവാൽ, അടുത്ത ചോദ്യം, യോഗ കെ ബാരെ മേം നോട്ട്, യോഗയെ കുറിച്ചുള്ള നോട്ട്. അല്ലേ, നമുക്കറിയാം യോഗ നമ്മുടെ ഇന്ത്യയുടെ ഒരു സംഭാവനയായിട്ടുള്ള അല്ലേ ഒരു സാധനമാണ് യോഗ എന്ന് പറയുന്നത്. യോഗയെ കുറിച്ചുള്ള ഒരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് എഴുതാം, യോഗ ഹിന്ദുസ്ഥാൻ കി ദീൻ ഹെ. യോഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംഭാവനയാകുന്നു. ഹിന്ദുസ്ഥാൻ കി ദീൻ ഹെ, ഇന്ത്യയുടെ സംഭാവനയാകുന്നു യോഗ. യോഗ സെ ജിസം ഓർ അഴ്സായെ ബദൻ മുതവാസിൻ ഹോത്തെ ഹെ. നമ്മുടെ യോഗ കൊണ്ട് എന്താ ഉണ്ടാവുക? നമ്മുടെ ജിസം, ശരീരത്തിനും അവയവങ്ങൾക്കൊക്കെ ഒരു എന്ത് കിട്ടുന്നു? ഒരു വ്യായാമം, ഒരു ആയാസം കിട്ടാൻ കാരണമാകുന്നു. ഏക് കസറത്ത് ഹെ അല്ലെങ്കിൽ ഏക് വർസിഷ് ഹെ. ഏക് വർസിഷ് ഹെ, ഒരു എന്താകുന്നു? വർസിഷ്, വ്യായാമമാകുന്നു. വർസിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യായാമം. ഏക് വർസിഷ് ഹെ, യോഗ ഏക് വർസിഷ് ഹെ. യോഗ എന്താകുന്നുടാ? ഏക് വർസിഷ് ഹെ, ഒരു വ്യായാമമാകുന്നു. യോഗ ഗുരു കെ നാം. ഇനി യോഗയുടെ ഗുരുവുണ്ട്, യോഗ കണ്ടെത്തിയ യോഗ ഗുരു കെ നാം പതഞ്ജലി ഹെ. പതഞ്ജലി എന്നാണ് യോഗ ഗുരുവിന്റെ പേര്. യോഗ ഗുരുവിന്റെ പേരെന്താണ്? പതഞ്ജലി. പതഞ്ജലി എന്നാണ്. യോഗ എന്താണ്? പിന്നെ ഇനി അദ്ദേഹത്തിന്റെ ഒരു കിതാബാണ് യോഗ സൂത്ര. യോഗ സൂത്ര ഉൻകി മഷൂർ കിതാബ് ഹെ. യോഗ സൂത്ര എന്ന് പറയുന്നത് ഈ പതഞ്ജലിയുടെ ഒരു പ്രശസ്തമായ പുസ്തകമാകുന്നു. ഇങ്ങനെ നമുക്ക് യോഗയെക്കുറിച്ച് എന്ത് എഴുതാം? നോട്ട് എഴുതാം. അപ്പൊ യോഗയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? യോഗ ഹിന്ദുസ്ഥാൻ കി दीन है, योगा जिस्म और आज़ाए बदन मुतवाज़िन होते हैं, एक वर्जिश है, योगा एक वर्जिश है, യോഗ ഗുരു കെ നാം പതഞ്ജലി ഹെ. പിന്നെ നമ്മൾ പറഞ്ഞു യോഗ സൂത്ര ഉൻകി മഷ്ഹൂർ കിതാബ് ഹെ. ഇത്രയും എഴുതി വെച്ചാൽ യോഗയെക്കുറിച്ചുള്ള നോട്ടായി ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ ചോദ്യം, കത്ത് തയ്യാർ കർണ, കത്ത് തയ്യാറാക്കുക. എങ്ങനെ ഒരു കത്ത് തയ്യാറാക്കാം? കത്ത് തയ്യാറാക്കാൻ പലപ്പോഴും ചോദിക്കാറുള്ളത് കൂട്ടുകാരന് എഴുതുന്ന കത്തുകളാണ് ചോദിക്കാറുള്ളത്. ഏത് കത്ത് എഴുതുമ്പോഴും കത്തിനൊരു ഫോർമാറ്റ് ഉണ്ട്, കത്ത് എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതി നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. കത്ത് എഴുതാൻ ചോദിച്ചാൽ നല്ല ഒരു ബോക്സ് നമ്മൾ വരക്കണം. നല്ല വൃത്തിയിൽ കുറച്ച് വലിയൊരു ബോക്സ് നമ്മൾ വരക്കണം. ആ ബോക്സിന്റെ ഉള്ളിൽ ആദ്യം നമ്മൾ കത്ത് തുടങ്ങുന്നത് സ്ഥലം സമയം എഴുതിക്കൊണ്ടായിരിക്കണം. എന്താ എഴുതേണ്ടത്? സ്ഥലവും സമയവുമാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ നമ്മൾ സ്ഥലമായിട്ട് കൊടുത്തു കാലിക്കറ്റ്, സമയം കൊടുത്തു 2019 സെപ്റ്റംബർ 10. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റും സമയവും കൊടുക്കാം. വലതുഭാഗത്താണ് കൊടുക്കേണ്ടത്. വലതുഭാഗത്ത് ഇവിടെ എന്ത് കൊടുത്തു? കാലിക്കറ്റ്, സ്ഥലവും സമയവും കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലവും സമയവും കൊടുക്കാം. അടുത്തതായിട്ട് അൽകാബ് ആദാബ്, അഭിസംബോധനം ചെയ്യണം. ഒരാളെ വിളിച്ചിട്ടില്ലേ, അയാളോട് നമ്മൾ പറയുമ്പോൾ കത്ത് എഴുതുമ്പോൾ നമുക്കറിയാം മലയാളത്തിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രിയ കൂട്ടുകാരൻ അറിയുവാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മലയാളത്തിൽ എഴുതുക. ഇതുപോലെ ഉറുദുവിൽ എന്താ എഴുതുക? പ്യാരെ ദോസ്ത് ആദാബ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ നമസ്കാരം. ഇനി ദോസ്തിന്റെ പേര് എഴുതണമെങ്കിൽ ഈ ഡാഷ് ഇട്ട സ്ഥലത്ത് എഴുതാം പ്യാരെ ദോസ്ത് അപ്പു ആദാബ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അപ്പു, ആദാബ് നമസ്കാരം, അഭിസംബോധനമായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അല്ലെ, കത്ത് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ സുഖവിവരങ്ങൾ നമ്മൾ അന്വേഷിക്കും. ഇവിടെ നമ്മൾ അന്വേഷിക്കുകയാണ് ആപ്പ് കേസേ ഹെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്?
എന്തെല്ലാമാണ് നിങ്ങളുടെ വിശേഷം? ആപ്പ് കേസേ ഹെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? മേ യഹാ ബഹുത്ത് ഖുഷ് ഹൂ, ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു ആപ്പ് കേസേ ഹെ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? മേ യഹാ ബഹുത്ത് ഖുഷ് ഹൂ, ഞാൻ എന്താണ് ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ എഴുതി. തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ, നമ്മൾ ചോദിച്ചു അല്ലേ, തുമാരെ ഘർ വാലെ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ ഖൈരിയത്ത് സേ ഹേ നാ, സുഖല്ലേ? നിങ്ങളുടെ വീട്ടുകാർക്കൊക്കെ സുഖല്ലേ? എങ്ങനെ ചോദിക്കാം? തുമാരെ ഘർ വാലെ ഖൈരിയത്ത് സേ ഹേ നാ, തുമാരി ബഹുത്ത് യാദ് ആയി, നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഓർമ്മ വന്നു. ഇസ്ലിയെ ഖത്ത് ലിഖ്താഹും, അതുകൊണ്ടാണ് ഞാൻ കത്ത് എഴുതുന്നത്. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും എഴുതുക. ആപ്പ് കേസേ ഹേ, മേ യഹാ ബഹുത്ത് ഖുഷ് ഹൂ, ആപ്പ് കെ ഗർവാലെ അല്ലെങ്കിൽ തുമാരെ ഗർവാലെ ഖൈരിയത്ത് സേ ഹേന, നിങ്ങളുടെ വീട്ടുകാർക്ക് സുഖമല്ലേ? അത്രയും നമ്മൾ ഒരു കത്തിൽ നിർബന്ധമായിട്ടും സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനിയാണ് വിഷയം, മൗസു. നമ്മൾ ഒരു കത്ത് എഴുതാൻ ഒരു വിഷയം ഉണ്ടായിരിക്കും അല്ലേ? എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും കത്ത് എഴുതുന്നത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് അത് ചോദ്യ പേപ്പറിൽ തന്നെ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് സുഹൃത്തിന് കത്ത് എഴുതുന്നത് എന്നുള്ളത് അത് ഒന്നോ രണ്ടോ വാക്കുകളിൽ നമ്മൾ എഴുതിയാൽ മതി. കാരണം നമുക്ക് കത്തിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ചോദ്യ പേപ്പറിൽ പറയുന്ന വിഷയം എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ വിഷയം ഒന്നോ രണ്ടോ വാക്കുകളിൽ നമ്മൾ എഴുതുക. പിന്നീടോ ആപ്പ് കെ സാത്ത് ഖുഷിയോ മനാനെ കെ ലിയെ മേ ജറൂർ ആവുങ്ക, നമ്മൾ കത്ത് നിർത്താൻ പോവാണ്. നിന്റെ കൂടെ ഖുഷിയോ മനാനെ കെ ലിയെ, സന്തോഷം പങ്കിടാൻ വേണ്ടി മേ ജറൂർ ആവുങ്ക, ഞാൻ തീർച്ചയായും വരും. മേ തുമാരെ ജവാബി ഖത്ത് കാ ഇന്തിസാർ കർ റഹാ ഹൂ, ഇനി എല്ലാ കത്തിലും നമുക്ക് പറയാവുന്നതാണ് മേ തുമാരെ, ഞാൻ നിന്റെ ജവാബി ഖത്ത് കാ, മറുപടി കത്തിന് വേണ്ടി ഇന്തിസാർ കർ റഹാ ഹൂ, കാത്തിരിക്കുകയാണ്. മേ തുമാരെ ജവാബി ഖത്ത് കാ, ജവാബി ഖത്ത് എന്ന് പറഞ്ഞാൽ മറുപടി കത്തിന് വേണ്ടി ഇന്തിസാർ കർ റഹാ ഹൂ, വെയിറ്റ് ചെയ്യും. ഫിർ മിലേംഗെ, നമ്മൾ കത്ത് നിർത്തുമ്പോൾ അവസാനമായിട്ട് എഴുതണം ഫിർ മിലേംഗെ, വീണ്ടും കണ്ടുമുട്ടാം. എന്നിട്ട് ഇടതുഭാഗത്ത് എഴുതുന്നു ബഡേ പ്യാർ സേ, വളരെ സ്നേഹത്തോട് കൂടിയിട്ട് തുമാരാ ദോസ്ത്, നിന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ തുമാരാ ഭായി, ആരാണോ എഴുതുന്നത് അത് നമ്മൾ ഇവിടെ എഴുതുന്നു. ബഡേ പ്യാർ സേ തുമാരാ ദോസ്ത്, വളരെ ബഹുമാനത്തോടു കൂടി നിന്റെ കൂട്ടുകാരൻ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി മാറി? കത്തായിട്ട് മാറി. കത്തിൽ എന്തൊക്കെയാണ് വേണ്ടതടാ? ഡേറ്റും സമയവും വലതുഭാഗത്ത് എഴുതുന്നു, അഭിസംബോധനം ചെയ്യുന്നു, സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, വിഷയം എഴുതുന്നു. അവസാനമായിട്ട് നമ്മൾ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് എന്തു പറയുന്നു? നിങ്ങളുടെ മറുപടി കത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഫിർ മിലേംഗെ, വീണ്ടും കണ്ടുമുട്ടാം. ഇടതുഭാഗത്ത് ഖാത്തുമ, അവസാനം നമ്മൾ അവസാനിപ്പിക്കും. ബഡേ പ്യാർ സേ, വളരെ സ്നേഹത്തോടു കൂടി തുമാരാ ദോസ്ത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? കത്തായിട്ട് മാറി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ. യോഗയെക്കുറിച്ചുള്ള നോട്ട് നമ്മൾ പഠിച്ചു. മസ്ദൂറോं की അഹ്മിയത്ത്, തൊഴിലാളികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കിസാൻ की അഹ്മിയത്ത്, കർഷകന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ കത്ത് എഴുതുന്ന രീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കത്തിൻ്റെ ഫോർമാറ്റും നമ്മൾ പഠിച്ചു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് എന്താണെങ്കിലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ നിർത്തുകയാണ്. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഖുദാ ഹാഫിസ്. ശുക്രിയ. താങ്ക് യു.